ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഗോപാലിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ നമ്മുടെ നസീർ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ കൊല്ലപ്പെട്ട് അപ്പോൾ നമ്മുടെ ശാരദയാണ് ആകെ വെപ്രാളപ്പെടുന്നു. ഇനി എന്ത് ചെയ്യും, അപ്പം ഗോപാലൻ പറയും, നീ ടെൻഷൻ അടിക്കാതെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയും. അപ്പോഴത്തേനാണ് പുറത്ത് കാറിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പം വിഷ്ണു ആണ്. അപ്പോൾ ഗോപാലൻ പറയും, നീ ടെൻഷൻ അടിക്കണ്ട, ഈ രഹസ്യം വേറെ ആരും അറിയരുത്, നമ്മൾ ചെയ്തതല്ല, അവനായിട്ട് ഇങ്ങോട്ട് വന്ന് വാങ്ങിയല്ലേ എന്ന് ചോദിക്കും. ഇത് ശരിക്കും അകത്ത് കിടക്കുന്ന നൂറ് പോലും അറിയുന്നില്ല എന്താ സംഭവിച്ചതെന്നൊക്കെ. അങ്ങനെ ഇവർ അത് ചാക്കിൽ കെട്ടി എവിടെയോ കൊണ്ടുപോവുകയാണ് ഗോപാലിന്. ഇതേ സമയത്ത് നമ്മുടെ വിഷ്ണുവും അവിടെ എത്തുകയാണ്. അപ്പം വിഷ്ണുവിനോടും കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുന്നു. ആ സമയത്ത് ചന്ദ്രബോസ് ഇവരെല്ലാവരും കൂടെ അവിടത്തേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ വിഷ്ണുവിൻ്റെ പേരിൽ കേസുണ്ടല്ലോ ഓൾറെഡി. അങ്ങനെ വിഷ്ണുവിനെ നമ്മുടെ ചന്ദ്രബോസ് കിട്ടിയ അവസരമാണല്ലോ. അങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോഴത്തേനും മറ്റേ ആ സ്വർണം കാണാതായ പെൺകുട്ടിയെയും അച്ഛനെയും വിളിക്കും. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അവർ പറയും, ഈ ഹോട്ടലിൽ തന്നെ കയറിയത് എന്ന് പറയും. അപ്പം ചന്ദ്രബോസ് പറയും, ഒന്നും കൂടെ ആലോചിച്ച് നോക്കാൻ പറയും. അപ്പോൾ ആ പെൺകുട്ടി പറയും, ഉറപ്പായിട്ട് ഈ വണ്ടിയിൽ തന്നെ കയറിയെന്ന് പറയും. അപ്പോൾ സ്വർണം എവിടെയെന്ന് നമ്മുടെ വിഷ്ണുവിനോട് ചോദിക്കുക. അപ്പോൾ വിഷ്ണുവിനാണെങ്കിലും ഒന്നും അറിയില്ലല്ലോ. ഇതേ സമയത്ത് നമ്മുടെ രാഘവൻ നായരും സത്യഭാമയും അങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാഘവൻ നായർ പറയുന്നുണ്ട്, നീ അത് എവിടെയാന്ന് വെച്ചത് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും രാഘവൻ നായർ എങ്ങാണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ് സ്വർണം. കാരണം ഇവർ ടൂറ് പോയ സമയത്ത് നമ്മുടെ വിഷ്ണു രാഘവൻ നായരോട് പറയുന്നുണ്ട്, വണ്ടി ഒന്ന് നോക്കിയേക്കണേ, വണ്ടിയിൽ കീ ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം രാഘവൻ നായർ കീ എടുക്കാൻ പോയപ്പോൾ തന്നെ ഈ സഞ്ചി കണ്ടിട്ടുണ്ടാകുക. അപ്പോൾ എടുത്ത് എവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ രാഘവൻ നായർക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എവിടെ വെച്ചതെന്നൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വിഷ്ണുവിനെ നമ്മുടെ ചന്ദ്രബോസ് അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയാണ്. പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ ശാലിനിയും കുട്ടികളെല്ലാം തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഗോപാലൻ മറ്റേ ശാരദയോട് പറയുന്നുണ്ട്, ഒരു കാരണവശാൽ പോലും ഇത് മറ്റാരും അറിയരുത്, ഈ രഹസ്യം നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ശാലിനി കുട്ടികളെയുമായിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ വിഷ്ണുവേട്ടൻ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ ശാരദ പറയും, വിഷ്ണുവിനെ ചന്ദ്രബോസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയും. ഇത് കേട്ട ശാലിനിക്കും ഭയങ്കര എന്താ പറയുക, വിഷമമാവുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവരാകെ വെപ്രാളപ്പെടുകയാണ്. ഈ സ്വർണ്ണം എവിടെ പോയി കണ്ടെത്തും എന്നൊക്കെ. അങ്ങനെ നമ്മുടെ ശാലിനി സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ചന്ദ്രബോസ് സല്യൂട്ടൊക്കെ ചെയ്യുന്നു. അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക്, വിഷ്ണു ആണെങ്കിൽ ലോക്കപ്പിൽ ബലം കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വിഷ്ണുവും പെട്ടുപോയിരിക്കുകയാണ്. കാരണം വിഷ്ണു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിഷ്ണുവിനറിയാം. പക്ഷേ ചന്ദ്രബോസ് ആണല്ലോ ആൾ, കിട്ടിയ അവസരം അയാൾ മുതലാക്കി എടുക്കുകയാണ്. അങ്ങനെ ശാലിനി അടുത്ത് ചെന്നിട്ട് കൈ പിടിച്ച് ആശ്വസിപ്പിക്കും, ടെൻഷൻ അടിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുകയാണ്. പക്ഷേ നമ്മുടെ രാഘവൻ നായർക്ക് ഓർമ്മ വന്നാലേ ഈ സ്വർണ്ണം എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഇതൊക്കെയാണ് നാളത്തെ വരും ദിവസങ്ങളിലെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.